ഇന്നിപ്പോ കാലത്ത് തന്നെ പൂക്കളിടുന്ന തിരക്കിലായിട്ടാ. അപ്പൊ ബ്രൂണോയെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്രൂണോ എന്തിട്ട് ചെയ്യണേന്നൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടാ. പിന്നെ നമുക്കിന്ന് കാലത്ത് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ബ്രൂണോയും ഞാനും കൂടി അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ. പുള്ളിക്കാരൻ നമ്മൾ കഴിക്കുമ്പോൾ അവനിങ്ങനെ കൊടുക്കണം, അവന് ഭയങ്കര ഇഷ്ടാട്ടാ അത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രൂണോനെ കുളിപ്പിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ. നാളെ ഓണൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട്. പിന്നെ അങ്ങനെ അടുപ്പത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ആയോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇഞ്ചിമ്പുളിയും അതുപോലെ മോര് കൂട്ടാനും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. പിന്നെ നമ്മൾ പൂക്കളിടാൻ വേണ്ടിയുള്ള പൂവൊക്കെ മേടിച്ചുകൊണ്ട് നന്നാക്കാന്ന് വിചാരിച്ചുട്ടാ. അപ്പൊ രാത്രി പൂക്കളം ഇടണ സമയത്ത് ഇരുന്ന് നന്നാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ അങ്ങനെ പൂവൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട് സെറ്റുമുണ്ട് അങ്ങനെ ഞൊറിയൊക്കെ പിടിച്ച് വെച്ചുട്ടാ. പിന്നെ പഴം പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പഴുക്കൊക്കെ ചെയ്തുട്ടാ. പച്ചരത് കൊണ്ട് ഞാത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ കഴിച്ചു. അതുപോലെ ബ്രൂണോനും ചോറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ സാമ്പാറിനും അതുപോലെ കറികൾക്കൊക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൃക്കേറിയപ്പോൾ തന്നെ പുള്ളി കുത്താൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതും കുത്തിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് തുമ്പപ്പൂവും അതുപോലെ തന്നെ സദ്യക്ക് വേണ്ടിയിട്ട് ഇലയൊക്കെ മുറിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ചേട്ടൻ വന്നപ്പോൾ സാൻഡ്വിച്ചും പപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓണം കൊള്ളാൻ തറ മെഴുകാൻ വേണ്ടിയിട്ട് മേരിയൽമയുടെ വീട്ടിൽ പോയിട്ട് ചാണകമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ ഉത്രാട വിശേഷങ്ങൾ.